ഒരാളെ ഒരു 100 ആൾ കൂടിയിട്ട് കുറി കളക്ട് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കൂടി ഏൽപ്പിക്കുകയാണ്. ആ കൂട്ടത്തിൽ അയാൾ ഒരു നറുക്കുകാരനെ അയച്ച് കുഴപ്പമില്ല. അപ്പൊ അയാൾ ഈ അധ്വാനിക്കുന്നതിന് ഫലമായിട്ട് എല്ലാവരും കൂടി ഒരു നറുക്കിന്റെ പൈസ അയാൾക്ക് ഒരു കൂലി എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് അയാൾക്ക് അനുവദനീയമാണ്. നമ്മുടെ നാട്ടില് കുറി പഴയകാലം മുതലേ ഉള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ ഈ കുറി വെക്കുന്നത് പലപ്പോഴും ഇപ്പോൾ പള്ളി കമ്മിറ്റികൾ, മഹല്ല് കമ്മിറ്റി, മദ്രസ കമ്മിറ്റിയൊക്കെ കുറി വെക്കാറുണ്ട്. വലിയ തുക, കുറച്ച് ചെറിയ അങ്ങാടികളിലൊക്കെ ആണെങ്കിൽ മിക്കവാറും കടകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ പലപ്പോഴും ഈ പള്ളിയുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാൻ അല്ലെങ്കിൽ മദ്രസൻ്റെ കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ഈ കുറി വാങ്ങിക്കും. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ നറുക്ക് മൂപ്പ് എന്ന് പറയുന്നത് മൂപ്പ് പള്ളി കമ്മിറ്റി എടുക്കും, മദ്രസ കമ്മിറ്റി എടുക്കും. ഇതുപോലെ തന്നെ ചില ആളുകൾ, ചില സ്ത്രീകളും ഇവരൊക്കെ ഇതുപോലെ ഈ കുറി നടത്തുന്ന ആളുകളുണ്ട്. അവരും പലപ്പോഴും ചെയ്യുക അവരുടെ തൊഴിൽ നിലനിൽക്ക് മൂപ്പ് അവരെടുത്തിട്ട് അവരുടെ കാര്യങ്ങൾ അനുവദിക്കും, ബാക്കി ചെയ്യും. ഇതിൻ്റെ ഇസ്ലാമികമായ നിലപാടെന്താണ്? കുറി പല ടൈപ്പ് കുറിയുണ്ട് നമ്മുടെ നാട്ടിൽ. അതിന് ഹറാമാന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തൊരു സംഗതി ആദ്യം പറയാം. അത് വിളിക്കുറി എന്നുള്ളതാണ്. ഒരു 100 ആൾ ചേർന്നിട്ട് ഒരു കുറി തുടങ്ങി. ഓരോ വ്യക്തിയും 1000 രൂപ അതിൽ. അപ്പോൾ 1,00,000 റുപ്യ ആയല്ലോ. അപ്പോൾ നറുക്കിട്ടിട്ടാണ് എനിക്ക് ആദ്യം കുറി കിട്ടണം എന്ന് വിചാരിക്കാം. 1,00,000 കിട്ടുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുക? ഞാൻ വിളിച്ചെടുക്കുക. അപ്പം ഞാൻ എങ്ങനെ വിളിച്ചെടുക്കുന്നത്? 1,00,000-ൻ്റെ കുറി ഞാൻ 80,000-ന് വിളിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് 80,000 ഒന്നിച്ച് കിട്ടി. പക്ഷെ ഞാൻ തിരിച്ചടക്കേണ്ട എത്ര? 1,00,000. ഏറ്റവും അവസാനം കുറി കിട്ടുന്ന ആളുണ്ടാവും, ഒരു അർജൻറ്റും ഇല്ലാത്ത ഒരാൾ. അയാൾ 1,00,000 അടക്കുക. അയാൾക്ക് ഇവരൊക്കെ വിട്ടുകൊടുത്തതിൻ്റെ ഒക്കെ ഓരി കിട്ടും ചെയ്യും. 1,00,000-ൽ കിട്ടും. അധികം കിട്ടും, ഒരു പെർസെൻറ്റേജ്. കാരണം വെച്ചാൽ ഇപ്പം ഞാൻ 80,000-ന് വിളിച്ചെടുത്ത എൻ്റെ 20,000 അതിൽ വന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ശതമാനം അയാൾക്ക് കിട്ടും. അപ്പോൾ ഇയാൾ 1,00,000 അടക്കുന്ന ആൾക്ക് 80 കിട്ടിയിട്ടുള്ളൂ. ബാക്കി 20 ഇതിൽ അയാൾ അടക്കണം. അപ്പം ഈ 20 എന്താ ചെയ്യുക? എങ്ങനെ ഓരോ മാസവും ഓരോരുത്തർക്ക് വിളിച്ചെടുക്കാം. അപ്പം മിച്ചം വരുന്ന എക്സ്ട്രാ വരുന്നത് ഏറ്റവും അവസാനത്തെ ആളുകൾ ഓരിച്ചെടുക്കുക ചെയ്യുക. അർജന്റ് ഇല്ലാത്തോല് ആണല്ലോ, തീരെ വിളിക്കൂല. ഇത് ശുദ്ധ ഹറാമാണ്. അതൊരു മഹാ തട്ടിപ്പാണ്. മഹല്ല് കമ്മിറ്റികളൊന്നും ഏതായാലും അത് ചെയ്യൂല. വേറൊരു തരം ഉണ്ട് ഹറാമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത. കിട്ടിയാൽ പിന്നെ കൊടുക്കണ്ട. കുറി വെക്കും. അപ്പോൾ ആദ്യത്തെ മാസം ഞാൻ 1000 റുപ്യ അടച്ച് എനിക്ക് 1,00,000 കിട്ടി. പിന്നെ ഞാൻ അടക്കണ്ട. അത് പൈസ മാത്രമല്ല, അത് പല ഉപകരണങ്ങൾ അങ്ങനത്തെ. അതെ, അതൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ ഉണ്ട്. അപ്പോൾ പൈസൻ്റെ കാര്യത്തിൽ തർക്കമില്ല. ഉപകരണത്തിൽ കുറച്ച് ഡീറ്റെയിൽസ് അത് പിന്നീട് ഈ കുറിയായിട്ട് ബന്ധപ്പെടാത്തതുകൊണ്ട് മഹല്ലുകൾ നടത്തുന്നതിനെ പറ്റി പറയാം. അതിൽ ശ്രദ്ധിക്കണം ചിലത്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഹല്ല് കമ്മിറ്റി ഇങ്ങനെ പറഞ്ഞു നിൽക്കുക, എല്ലാവരും ഓരോ ലക്ഷം അടക്കണം, അല്ലെങ്കിൽ 1,10,000 അടക്കണം, തിരിച്ച് 1,00,000 തരുള്ളൂ. അങ്ങനെ തുടക്കത്തിൽ തന്നെ വ്യവസ്ഥ പറഞ്ഞിട്ട് അംഗങ്ങളെ ചേർത്തുകൊണ്ട് നടത്തുകയാണെങ്കിൽ അത് പലിശയാണ്. കാരണം എന്താ? 1,00,000 1,10,000 അങ്ങനെ വ്യവസ്ഥ തുടക്കത്തിൽ തന്നെ വെച്ചിട്ട്, അപ്പം ഞാൻ 1,00,000 അടക്കുന്നു, അല്ല 1,10,000 അടക്കണം, എനിക്ക് 1,00,000 കിട്ടുള്ളൂ. അപ്പം ആദ്യം അടച്ച ഒരാൾ, അവസാനം കുറി കിട്ടുന്ന ഒരാൾ, ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അഥവാ എത്രയാണോ അടക്കുന്നത് അത്ര തന്നെ കിട്ടുന്നതാണ് 100% ഹലാലായത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹല്ലുകളൊക്കെ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ, പറഞ്ഞ മൂപ്പെടുക്കുക എന്ന് പറയുമല്ലോ. അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ മഹല്ലിനെ ഈ കുറിയിൽ ചേരുന്ന അംഗങ്ങളൊക്കെ കൂടി അല്ല, കുറിയിൽ ചേരുന്ന അംഗങ്ങളെല്ലാവരും കൂടി ഈ നടത്തിപ്പുകാരായിട്ട് മഹല്ലിനെ കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. 1,00,000 അല്ലെങ്കിൽ 10,00,000-ൻ്റെ കുറി നടത്തുന്നത് ആരാണ്? മഹല്ല്. മഹല്ല് ഇത് നടത്തുന്നതിന് റിസ്ക് ഉണ്ടല്ലോ. അതിന് മഹല്ലിന് എല്ലാവരും അവരെ വക കൂലി കൊടുക്കുന്നു. ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് അയാൾ അധ്വാനിക്കുന്നില്ലേ? അങ്ങനെയാണിത്. അതുകൊണ്ട് തന്നെ ഈ മഹല്ല് കമ്മിറ്റിയിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതൊക്കെ കാശൊക്കെ കളക്ട് ചെയ്ത്
ഒരു മാസം കളക്ട് ചെയ്ത് നറുക്കെടുക്കുന്നതിൻ്റെ തലേന്ന് ഇത് മോഷ്ടിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക. മഹല്ല് ഓഫീസിൻ്റെ കൂട്ടൊക്കെ കുത്തി തുറന്ന് ആരോ കട്ടുകൊണ്ടുപോയി. എല്ലാവരും സഹിച്ചോളണം. അതെ, കാരണം മഹല്ലായിട്ട് ചെയ്തു എല്ലാ സൂക്ഷ്മതയും എത്തിയിട്ടുണ്ട്. അതെ അതെ അതെ. അങ്ങനെ ആയിരിക്കണം നിയമം. തുടക്കത്തിലൊക്കെ വ്യസ്താക്കണം. വ്യക്തികൾ നടത്തുമ്പോൾ മനസ്സിലാണ്. ഞാനിപ്പോൾ മൂപ്പെടുത്ത് നിൽക്കുക, എന്നെ എല്ലാവരും കൂടി ചുമതലപ്പെടുത്തിയൊരു കൂലിക്കാരൻ്റെ റോളാണെങ്കിൽ എൻ്റെതെങ്കിൽ അവിടെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കാരണം കൊണ്ടല്ലാണ്ട് ഈ എമൗണ്ടിന് എന്തോ സംഭവിച്ചാൽ ഞാൻ ഉത്തരവാദിയാകാൻ പാടില്ല. അതല്ല, ഞാൻ ആളുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് ഞാൻ ഇതിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ്, എന്ത് നഷ്ടം സംഭവിച്ചാലും ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും, അങ്ങനെയുള്ള വ്യവസ്ഥയിലാണ് ആളുകൾ ഇയാൾക്ക് കൊടുക്കുന്നത്, ഇയാൾ മൂപ്പെടുക്കുന്നതെങ്കിൽ അത് കടം കൊടുക്കലാണ്. ആദ്യം പറഞ്ഞ കടം കൊടുക്കല്ല, സൂക്ഷിക്കാൻ ഏൽപ്പിക്കലാണ്. അങ്ങനെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നതിന് കൂലി കൊടുക്കാം. അപ്പോൾ മഹല്ല് കമ്മിറ്റി ഇതൊക്കെ നടത്തുകയും കളക്ട് ചെയ്യുകയും വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുക എന്ന പണി ചെയ്യുന്നത് കൊണ്ട് കുറിയിൽ ചേർന്ന അംഗങ്ങളൊക്കെ അവർ ഈ മഹല്ല് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ സ്ഥാപന കമ്മിറ്റിക്ക് കൊടുക്കുന്ന ഒരു കൂലിയായിട്ട് അതിനെ ഇജാറ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ തന്നെ മറ്റേത് മനസ്സിലാക്കണം, മഹല്ല് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ സ്ഥാപന നടത്തിപ്പുകാരുടെ കാരണം കൊണ്ട് അല്ലാതെ സംഭവിക്കുന്ന നഷ്ടത്തിന് ഈ കാശ് നഷ്ടം സംഭവിച്ചാൽ അവരത് വഹിക്കേണ്ടി വരില്ല. വ്യക്തി നടത്തുമ്പോൾ വ്യക്തി നടത്തുന്നത് നടത്തിപ്പുകാരൻ എന്ന അർത്ഥത്തിലാണോ കൂലിക്കാരൻ എന്ന അർത്ഥത്തിലാണോ? ഞാൻ എല്ലാവരുടെ കുറിയിന് ഒന്നാമത്തെ നറുക്ക് ഞാൻ എന്നാണ് എടുത്തു, പിന്നെ ഞാൻ ഏറ്റ് നിങ്ങൾക്കൊക്കെ ഞാനത് തിരിച്ചു തരും, എന്താണ് സംഭവിച്ചാൽ നിങ്ങൾ അറിയണ്ട, അപ്പോൾ അത് കടം വാങ്ങലാണ്. അങ്ങനെ കടം വാങ്ങുന്ന സിസ്റ്റത്തിൽ ബേസിലാണെങ്കിൽ ഈ മൂപ്പെടുത്ത വ്യക്തി എത്രയാണോ ആളുകൾ ചെന്ന് കളക്ട് ചെയ്ത് അതൊക്കെ തിരിച്ചു കൊടുക്കാനാണ് ബാധ്യസ്ഥനാണ്. അപ്പോൾ മൂപ്പിൻ്റെ സംഖ്യ തിരിച്ചു കൊടുക്കണം. ആകെ അയാൾക്ക് പറ്റിയ തുടക്കത്തിൽ ഇയാൾക്ക് കിട്ടി എന്നത് മാത്രം, അത് ആദ്യത്തിലേക്ക് ഉപയോഗിക്കാനുള്ള, കാരണം അയാൾ കടം വാങ്ങിയാണ്. ഞാനിപ്പോൾ 1 ലക്ഷം റുപ്യ കടം വാങ്ങി 100 ആൾ ചെന്നാ കടം വാങ്ങി, ഈ 100 ആൾക്കും ഞാൻ തിരിച്ചു കൊടുക്കണം. ആ ഒരു അർത്ഥത്തിൽ അതിനെടുക്കേണ്ടി ഉള്ളൂ. അപ്പൊ അതിൽ മൂപ്പ് പദത്തിൽ ഉണ്ടാവില്ല. മൂപ്പ് അയാൾക്ക് മൂപ്പ് തന്നെ ആദ്യം എടുക്കുന്നു എന്നുള്ളത് ഉണ്ടാവുള്ളൂ. പക്ഷെ ആ തുകയും അയാൾ തിരിച്ചടക്കണം. അതേസമയം അയാളെ ഒരാളെ ഒരു 100 ആൾ കൂടിയിട്ട് കുറി കളക്ട് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കൂടി ഏൽപ്പിക്കുകയാണ്. ആ കൂട്ടത്തിൽ അയാൾ ഒരു നറുക്കുകാരനെ അയച്ച് കുഴപ്പമില്ല. അപ്പൊ അയാൾ ഈ അധ്വാനിക്കുന്നതിന് ഫലമായിട്ട് എല്ലാവരും കൂടി ഒരു നറുക്കിന്റെ പൈസ അയാൾക്ക് ഒരു കൂലി എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കുകയാണെങ്കിൽ അത് അയാൾക്ക് അനുവദനീയമാണ്. ഇത് ക്ലിയർ ആക്കണം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം വരിക എന്തെങ്കിലും റിസ്ക് ഉണ്ടാവുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെ നോർമലി നടന്നു പോകും. ഒരു മലയിൽ എനിക്ക് അങ്ങനെ സംഭവിച്ചു. കുറി കളക്ട് ചെയ്യുന്ന ആള് കാശ് കൊണ്ട് മുങ്ങി, പിന്നെ അയാൾ കണക്കൊന്നും എഴുതി വെച്ചില്ല, അതുകൊണ്ട് നറുക്കിട്ടിയപ്പോൾ കാശ് കൊടുക്കാനല്ല. കൊടുക്കല്ല. അപ്പൊ നേരത്തെ പറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ മഹല്ല് കമ്മിറ്റിയിൽ ഉത്തരവാദിയല്ല, കാരണം എല്ലാവരും കൂടിയാണല്ലോ ഇയാളെ ഏൽപ്പിച്ചത്. അല്ലെങ്കിൽ ഈ കടം കൊടുത്ത പോലത്തിലാണെങ്കിൽ അയാൾ മഹല്ല് കമ്മിറ്റിയോട് നിങ്ങൾ എന്താ അതൊന്നും ഞങ്ങൾ അറിയണ്ട, ഞങ്ങൾ അടച്ച പൈസ കൊണ്ട് കൊണ്ടാന്ന് പറയും. അപ്പൊ ഈ കാര്യം ക്ലിയർ ആക്കിയാൽ കട ബേസാണോ അതല്ല സൂക്ഷിക്കാന്നുള്ള ബേസാണോ, നടത്തിപ്പുകാരനുള്ള കൊടുക്കുന്ന കൂലിയാണോ അതല്ല കടത്തിൽ അധികമായിട്ടാണോ, അത് പ്രത്യേകം ഇത് ക്ലിയർ ആക്കിയാൽ പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ കൂടെ ഉപചോദ്യമായിട്ട് മറ്റൊരു രൂപം കൂടി ചെയ്യാം. പിന്നെ മഹല്ല് കമ്മിറ്റിക്ക് ഓരോരുത്തരും കുറി കിട്ടുമ്പോൾ അവരെ വക കൊടുക്കുക. 1/10 കുറിയാണ് ഓരോരുത്തരും, അതൊരു തഫാഹുമാണ്, ഒരു ധാരണയിലാണ്. അപ്പൊ എനിക്ക് ഈ മാസം നറുക്കടിച്ചു, എനിക്ക് 1/10 കിട്ടി, അപ്പൊ എന്റെ വക 10,000. പക്ഷെ അങ്ങനെ വ്യവസ്ഥ ആക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഒരാൾ പറയാം ഞാനിപ്പോ തൽക്കാലം തരുന്നില്ല പറഞ്ഞാൽ മറ്റൊരു സഹിക്കേണ്ടി വരും. നിബന്ധന നേരത്തെ വെച്ചാൽ അതെ. അപ്പൊ ഒരാൾ കടം വാങ്ങിയാൽ ഞാൻ 1000 റുപ്യ ഒരാൾക്ക് കടം കൊടുത്തു, ഞാൻ പറയാണ് 1000 റുപ്യ കടം തരാം, ഒരു കൊല്ലം കഴിഞ്ഞ് തന്നാൽ മതി, പക്ഷേ 1100 തരണം എന്ന് പറഞ്ഞാൽ പലിശയായി. ഞാൻ 1000 റുപ്യ കടം കൊടുത്തു, ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പൈസൻ്റെ മൂല്യമൊക്കെ കുറഞ്ഞല്ലോ, അയാൾ എന്നെ തീർക്കത്ത് സഹായിച്ചില്ല, ഇപ്പം എനിക്ക് പൈസക്ക് മുട്ടില്ല, ഞാനൊരു 1500 കൊടുക്കുക എന്നൊരാൾ വിചാരിച്ചാൽ എനിക്ക് വാങ്ങിക്കാം. ഇതിൻ്റെ കൂടെ ഇപ്പം ഇതിൽ പറഞ്ഞ ഈ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അത് വിശദീകരിക്കാൻ അതെങ്ങനെ അതിൻ്റെ രൂപം? അത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 100 വാഷിംഗ് മെഷീൻ, ഒരു 100 വാഷിംഗ് മെഷീന് ആൾക്കാരെ കുറി ചേർത്തു. അപ്പോൾ ഈ 100 ഒരു കൊല്ലാണ് കാലാവധി. അപ്പോൾ അതിൽ അല്ലെങ്കിൽ 10 മാസം കാലാവധിയിൽ 100 പേരെ ചേർത്തു. അപ്പോൾ അതിൻ്റെ മൊത്തം തുക ഇപ്പോൾ അതിന് 10,000 രൂപയാണ് ഒരു വാഷിംഗ് മെഷീൻ്റെ വില.
അപ്പോൾ ഈ കുറി മുഴുവൻ കഴിയുമ്പോൾ, അതായത് മുഴുവൻ കഴിയുന്ന സമയത്ത് 10,000 രൂപ എത്തും. മാസം 1000 വീതം 10,000 രൂപ എത്തും നോക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറി കഴിയുന്ന സമയമാകുമ്പോൾ ഇയാൾ അടച്ച തുകക്ക് സമാനമായ ഇത് കിട്ടും. പക്ഷെ ഇവർ ചെയ്യുന്നത് ഈ വിൽപ്പന ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഈ 10 മാസവും ഓരോ മാസവും നറുക്കെടുക്കും. അപ്പോൾ ആ നറുക്കെടുക്കുമ്പോൾ ഒരാൾക്ക് നറുക്ക് കിട്ടും, അയാൾ ആ അടച്ച തുക അയാൾക്കുള്ളൂ. അപ്പോൾ അയാൾക്ക് ലാഭമുണ്ട്. അയാൾക്ക് ഇപ്പോൾ 1000 രൂപ അടച്ചാൽ പിന്നെ അയാൾ ഫ്രിഡ്ജ് കിട്ടും. ഞാനിപ്പോൾ 1000 രൂപ അടച്ച് എനിക്ക് ഈ മാസം ഒരു ഫ്രിഡ്ജ് കിട്ടും, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ കിട്ടി. പിന്നെ രണ്ടാമത്തെ മാസം അടക്കണ ആൾ 2000 രൂപ അടച്ചത് അയാൾക്കും ഫ്രിഡ്ജ് കിട്ടിയില്ല. കിട്ടിയ ആള് തിരിച്ചടക്കണ്ട, പിന്നെ അടക്കണ്ട. അപ്പൊ ഇവര് പറയുന്നത്, നോർമലി പറയുന്ന ഒരു സംഗതി, ഇപ്പൊ 100 പേര് ചേരുന്നെങ്കിൽ 100 വാഷിംഗ് മെഷീനുള്ള കച്ചവടമാകുന്നു. സ്വാഭാവികമായിട്ടും വലിയ തോതിൽ ലാഭം ഇവർക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആണ്, ഈ കമ്പനിക്ക് കിട്ടുകയാണ്. അപ്പൊ ഇതിലേക്ക് ഇത്രയും 100 പേരെ കിട്ടാൻ വേണ്ടിയിട്ട്, ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് 10 പേരെ, അതായത് 90 വാഷിംഗ് മെഷീൻ്റെ പൈസ വാങ്ങിച്ചിട്ട് ബാക്കി ഒരു ഫ്രീ ആയിട്ട് എന്നാലും ലാഭമായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് ഈ മുഴുവൻ തുക കൊടുക്കാതെ 1, 2, 3 ഇപ്പോൾ 6000 രൂപ അങ്ങനെ കൊടുക്കുന്നത്, ഇതിന്റെ വിധി എന്താണെന്ന് ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് ഇതൊക്കെ ലോട്ടറിയിലാണ് പെടുകയാണ്, പിന്നെ അടക്കേണ്ടതില്ലാത്ത. അപ്പൊ ചില ഷോപ്പുകളൊക്കെ ഫെസ്റ്റിവൽ ഈ നറുക്ക് മത്സരങ്ങൾ വെക്കും കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ഭാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഇതാണ്. അതുകൊണ്ട് അത് ഇസ്ലാം വിലക്കിയ ഖിമാറിലാണ്, ചൂതാട്ടത്തിലാണ് പെടുക, ഭാഗ്യക്കൂറിയിലാണ് പെടുക എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ. വേറെ വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ ഒരാൾക്കും നഷ്ടമല്ല. അതായത് കമ്പനി ആ കമ്പനിയുടെ ലാഭത്തിൽ നിന്ന് കുറച്ച് എടുത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു കടയിൽ നിന്ന് എല്ലാവരും പിന്നെ ഒരു സാധനം വാങ്ങിക്കുന്നു, അപ്പോൾ വാങ്ങിക്കാൻ ചെല്ലുന്ന ആളുകളുടെ ഇടയിൽ ഒരു നറുക്കിടുന്നു. നറുക്ക് കിട്ടിയ ഒരാൾക്ക് കമ്പനിയുടെ വക ഒരു വാഷിംഗ് മെഷീൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അത് വേറൊരാൾക്കും അതിൽ നഷ്ടമില്ല, കമ്പനിയുടെ ലാഭവിഹിതത്തിൽ നിന്ന് കൊടുക്കുന്നു, പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അപ്പം ഇങ്ങനെ ഒരു പ്രൊമോഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഈ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കമ്പനിക്ക് കസ്റ്റമേഴ്സിൽ നിന്ന് എല്ലാവരും വന്ന് ലാഭം വർദ്ധിക്കുന്നതിൽ നിന്നുണ്ടാവും. എന്ന് വെച്ചാൽ 1,00,000 റുപ്യ ലാഭം കിട്ടുമ്പോൾ ഒരു 10,000 റുപ്യേൻ്റെ സമ്മാനം ഒരാൾക്ക് കൊടുത്തു വെച്ചിട്ട് കമ്പനിക്ക് 90 കിട്ടിയല്ലോ. അതുകൊണ്ട് അത് ഹറാമല്ല എന്നൊരു വിഭാഗം പറഞ്ഞു. ഞങ്ങളെ ഉസ്താദ് ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞത് ഇതിന് മറുപടി, അത് എനിക്കിപ്പോൾ ഒരു ഫ്രിഡ്ജ് പെരിന്തൽമണ്ണ നിന്ന് വാങ്ങിക്കാം, കോഴിക്കോട് നിന്ന് വാങ്ങിക്കാം. വാഷിംഗ് മെഷീൻ പെരിന്തൽമണ്ണ അവിടെ ഒരു വില, കോഴിക്കോട് ഒരു വില. അപ്പം ഞാൻ ഈ ഭാഗ്യക്കുറി നറുക്കുള്ളത് കൊണ്ട് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കാതെ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ പോയിട്ട് അടിക്കുന്ന സമ്മാനം ഹറാമാണ്. കാരണം എൻ്റെ ഉദ്ദേശം അവിടെ സമ്മാനം നേടുക എന്നുള്ളതാണ്. കാരണം എനിക്ക് ഇവിടുന്ന് വരുമ്പോൾ ഇത്രയും അടുത്തുനിന്ന് വാങ്ങിക്കാം. അതേസമയം ഞാൻ വടകര പോയിട്ട് വരുന്ന വഴിക്ക് വണ്ടിയിൽ കാലി സ്ഥലമുണ്ട്, അപ്പം ഞാൻ ഇത് കണ്ട് അവിടെ കയറി ആകുമ്പോൾ നറുക്ക് ഇതൊക്കെ ഉണ്ട്, അങ്ങനെ പിന്നെ വാഷിംഗ് മെഷീൻ വാങ്ങി വന്ന് ആ നറുക്കെടുത്തപ്പോൾ എനിക്ക് കിട്ടി. അപ്പം ഞാനത് ഉദ്ദേശിച്ചല്ല, അപ്പം അത് എനിക്ക് ഹലാലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് അതിനോടാണ് കൂടുതൽ ഒരു ഇതായിട്ട് പോകുന്നത്. ഈ രണ്ട് സാധ്യതകളും ഓപ്ഷനായിട്ടുണ്ട്. അതെ അതെ. എന്തായിരുന്നാലും ഇതൊക്കെ പറഞ്ഞാലും ശുഭഹത്തുള്ളതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ പരലോക ഇതിന് ഗുണം. എന്നുവെച്ചാൽ ഹറാമാണെന്നോ ഹലാലാണെന്നോ രണ്ട് അഭിപ്രായം ഉണ്ടാകുമ്പോൾ അപ്പം എന്താക്കുക, അതൊഴിവാക്കുക. ഇപ്പോൾ ഒരു ഗ്ലാസ് ദാഹിക്കുന്നുണ്ട്, വെള്ളം കൊണ്ടുവന്ന് വെച്ച് നമുക്ക് ഈ ഗ്ലാസ് വെള്ളത്തിൽ ഒരാൾ പറഞ്ഞു അതിൽ വിഷാംശമുണ്ട്, പാല് കൊണ്ടുവന്ന് വെച്ച് വിഷാംശമുണ്ട്, വേറൊരാൾ കുടിച്ചു, നമ്മളെന്താ ചെയ്യുക? നമ്മളത് കുടിക്കൂല, ദാഹം കുറച്ച് സഹിച്ചാലും ഇത് കുടിക്കൂല. അതാണ് ഒരു സത്യവിശ്വാസിയുടെ റോള് ചെയ്യേണ്ടത് എന്ന വീക്ഷണത്തിനാണ് കൂടുതൽ സൂക്ഷ്മതയുടെ ഫിഖ്ഹ് എന്ന് പറയാം. അപ്പോൾ ഇത്രയാണ് ആ വിഷയം സംബന്ധിച്ച് ചുരുക്കി പറയാനുള്ളത്.